മിഡ് സൈസ് സെഡാൻ വിഭാഗം ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജപ്പാൻ വാഹന നിർമ്മാതാക്കൾ തമ്മിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മത്സരം ശക്തമാകുന്നത്. ഈ വേളയിൽ മാരുതി സുസുക്കി SX4 ശേഷം സിയാസ് എന്ന A3+ സെഗ്മെന്റിൽ ഒരു വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ വാഹനത്തിൽ നിരവധി സവിശേഷതകളും പ്രത്യേകതകളുമുണ്ട്. അവ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ. മാരുതി സുസുക്കിയുടെ പുത്തൻ മിഡ് സൈസ് സെഡാനാണ് സിയാസ്. SX4 എന്ന സെഡാന് ശേഷം ഇറക്കുന്ന ഒരു മോഡലാണിത്. ഹോണ്ട സിറ്റി, വോക്സ്വാഗൺ വെൻഡോ തുടങ്ങിയ വാഹനങ്ങളാണ് മുഖ്യ എതിരാളികളും. ഡീസൽ പെട്രോൾ എഞ്ചിനുകളിലാണ് ഈ വാഹനം ലഭ്യമാവുക. മിഡ് സൈസ് സെഡാൻ വിഭാഗം ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന വേള കൂടിയാണ്. 620 കോടി രൂപയാണ് ഈ വാഹനത്തിന്റെ ഉത്പാദനത്തിനായി മാരുതി ചെലവിട്ടത്. ഇന്ത്യക്ക് പുറമെ ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കും ഈ വാഹനം കയറ്റി അയക്കുന്നു. തികച്ചും ഇതിൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ നിരത്തിൽ ലഭ്യമാകുന്ന അതേ സെഡാനുകളോട് തന്നെ മത്സരിക്കുന്ന രീതിയിൽ അതേ വിഭാഗത്തിൽ തന്നെയുള്ള ഒരു ഡിസൈനിലാണ് ഈ വാഹനം എത്തുന്നത്. എടുത്തു പറയേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ശരിക്കും ഇതൊരു പുതിയ വാഹനമായിട്ട് തന്നെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ റേഡിയേറ്റർ ഗ്രില്ലിന് തന്നെ ഒരു പുതുമ വന്നിരിക്കുന്നു. പൊതുവിൽ മാരുതിയുടെ മറ്റു മോഡലുകൾ നോക്കിയാൽ ഏകദേശം ഒരേ രീതിയിലായിരുന്നു പല ഗ്രില്ലുകൾക്കും, അല്ലെങ്കിൽ ചില സാദൃശ്യങ്ങൾ പലതിനും ഉണ്ടായിരുന്നെങ്കിൽ ഇത് പൂർണ്ണമായും ക്രോമിയത്തിൽ തീർത്തിരിക്കുന്ന വളരെ മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന റേഡിയേറ്റർ ഗ്രില്ലാണ്. പിന്നെ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ ഡിസൈനും വളരെയധികം ശ്രദ്ധേയമാണ്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ബോണറ്റിനാണെങ്കിലും ശരി, കറക്റ്റ് ഒരു എയറോഡൈനാമിക് ഷേപ്പിൽ തന്നെ ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുകയാണ്. ഫോഗ് ലാമ്പ് ബമ്പറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം മോശമല്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലിയറൻസോടുകൂടി തന്നെയാണ് ഈ വാഹനത്തെ ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. പൊതുവിൽ ഒരു വലിയ വാഹനം, അല്ലെങ്കിൽ ഒരു മിഡ് സൈസ് എന്നതിനേക്കാൾ കൂടുതൽ ശരിക്കും ഒരു A3+ എന്നുള്ള ഒരു വിഭാഗത്തിൽ തന്നെ ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു വലിയ വാഹനം കിടക്കുന്ന ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നുള്ളത് ഇതിൻ്റെ ഒരു ടയർ സൈസാണ്. 16 ഇഞ്ചാണ്. വളരെ ഭംഗിയായ, വളരെ സ്പോർട്ടി ഫീലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന അലോയിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും വാഹനത്തിൻ്റെ വലിപ്പവുമായി വളരെയധികം ചേരുന്നു. ചില മോഡലുകൾക്ക് ചിലപ്പോൾ വാഹനത്തിൻ്റെ ബോഡി വളരെ വലുതായിരിക്കും, എന്നാൽ ടയർ സൈസ് വളരെ ചെറുതായിരിക്കുമെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള ആ രീതിയിൽ തന്നെ അതും ഉപയോഗിച്ചിരിക്കുകയാണ്. പുത്തൻ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം എത്തുന്നത്. വലുപ്പമുള്ള വാഹനമാണ്. പുതിയ മുൻഭാഗം, ഹെഡ്ലാമ്പിന്റെ ഡിസൈനും മികച്ചതാണ്. ഇതേ വിഭാഗത്തിൽ ആദ്യമായി പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലാമ്പ് ഘടിപ്പിച്ചിറക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. 4 ലെയറുകളുള്ള ക്രോമിയം റേഡിയേറ്റർ ഗ്രില്ലാണ്. എയർ ഡാമ്പും ശ്രദ്ധേയം. കറുപ്പ് ഫിനിഷ് ബമ്പറിൽ കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിററിൽ ടേൺ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഷോൾഡർ ലൈനും ക്യാരക്ടർ ലൈനും എല്ലാം ഡിസൈൻ മികവായി കാണാം. വിൻഡോയ്ക്ക് കറുപ്പ് ഫിനിഷും ക്രോമിയം ലൈനും കൊടുത്തിരിക്കുന്നു. മോശമല്ലാത്ത വീൽ ബേസ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. കാരണം വലിപ്പമുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം വീൽ ബേസിൽ ഈ വാഹനത്തെ അവതരിപ്പിച്ചത്. പിന്നെ നമുക്ക് മോശമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്ലിയറൻസും ഇതിന് നൽകി. പിന്നെ പിൻവശത്തെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ സെൻസേഴ്സും റിവേഴ്സ് ക്യാമറയും ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെയിൽ ലൈറ്റ് സെറ്റാണ്. ഇത് പകുതി ബൂട്ടിലേക്ക് കയറി നിൽക്കുന്നു. ബൂട്ട് അത്യാവശ്യം ഒരു സ്പോയിലർ പോലെ മാറിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പിൻവശം വളരെ പരിചിതമായ ഒരു പിൻവശം തന്നെയാണ്. അതിന് മുമ്പ് കണ്ടു മറന്ന ഒരു പിൻവശമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ വളരെ വലിപ്പമുള്ള ഒരു ബമ്പറിന് ആ ഒരു സ്പോട്ടി ഫീൽ നൽകുന്നതിൻ്റെ ഭാഗമായി ചില ബ്ലാക്ക് പോർഷനും അതിന് റിഫ്ലക്ടറും ഒക്കെ തന്നെ ഘടിപ്പിച്ചിരിക്കുകയാണ്. പൊതുവിൽ ആ ഒരു നോർമൽ സെഡാൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശരിക്കൊരു കുറച്ചുകൂടി ഹയർ-എൻഡായ ഒരു സെഡാൻ എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഓരോ ഘടകങ്ങളും കാണുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത്. പിൻ ഡിസൈൻ പരിചിതമെങ്കിലും ഉയരെ കൂടുതൽ നൽകി. പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ ഇവ പിന്നിൽ ഘടിപ്പിച്ചു.
മൊത്തം നീളം 4490 മില്ലിമീറ്ററും വീതി 1730 മില്ലിമീറ്ററുമാണ്. വീൽ ബേസ് 2650 മില്ലിമീറ്റർ. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് കമ്പനി നൽകി. 510 ലിറ്റർ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിന് നൽകിയത്. വളരെ വലിപ്പമുള്ള ഒരു ഉൾഭാഗമാണ്. അടിസ്ഥാന നിറം എന്ന് പറയുന്നത് ബേജും അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്കും പിന്നീട് ഒരു പിയാനോ ഫിനിഷിലുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നു. സെൻട്രൽ കൺസോളിൽ തന്നെ ഓഡിയോ സിസ്റ്റവും ക്ലൈമറ്റോണിക് AC-യും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു വലിയ കാറിൽ കയറുന്ന ഒരു അനുഭവം തന്നെ. എന്നാൽ സ്റ്റിയറിംഗ് വീല് നമുക്ക് സ്വിഫ്റ്റിലൊക്കെ കണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അത് മൾട്ടി ഫങ്ഷണലാണ്. പിന്നെ ഒരുപാട് സ്വിച്ചുകളൊന്നും നമുക്ക് സെൻട്രൽ കൺസോളിൽ കാണാൻ സാധിക്കുകയില്ല. മീറ്റർ ആണെങ്കിലും ശരി, എല്ലാ വിവരങ്ങളും നൽകുന്ന തരത്തിലുള്ള ഒരു മീറ്റർ കൺസോൾ ഉൾപ്പെടുത്തി അത് അനലോഗ് ഡിജിറ്റൽ മീറ്ററുകളുടെ ഒരു സംഗ്രഹമായിട്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. USB കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഓക്സിലറി നമുക്ക് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസോട് കൂടിയ ഒരു ഹാൻഡ് റെസ്റ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നു. സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ഗിയർ ലിവറും ഉൾപ്പെടുത്തി. ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ശൈലി ശരിക്കും നമുക്ക് ഇതിന് മുമ്പുള്ള ഒരു മോഡലുമായി ചില തരത്തിൽ സാമ്യം നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സൈഡ് വ്യൂ മിറർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നല്ല തൈ സപ്പോർട്ടാണ് ശരിക്കും ഈ ഒരു സീറ്റിന് കൊടുത്തിരിക്കുന്നത്. അത് നിലവാരം കൂടിയ ഒരു ലെതറും ഫാബ്രിക്കും ചേരുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റിൻ്റെ നിർമ്മാണം. ബാക്ക് സീറ്റിനാണെങ്കിലും ശരി നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാഹനം നമുക്ക് പുറമേ കാണുന്ന ഒരു വലിപ്പം പൂർണ്ണമായും ഉൾഭാഗത്തും ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് കാലുകൾ അത്യാവശ്യം നിവൃത്തി വെച്ചിരുന്ന് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. 3 പേർക്ക് സുഖകരമായി ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ മാറ്റിയിരിക്കുന്നു. പിൻ സീറ്റിലാണെങ്കിലും ശരി ഹാൻഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മൊത്തത്തിൽ നോക്കിയാൽ മോശമല്ലാത്ത നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉൾഭാഗമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാരുതിയുടെ മുൻ മോഡലുകളിലുള്ള ഫിറ്റും ഫിനിഷുമാണ് ഇതിൻ്റെയും ഉൾഭാഗത്തിന്. വലുപ്പമുള്ള ഉൾവശം, ഓരോ ഘടകങ്ങളും ക്ലീനായി ഒരുക്കി വച്ചിരിക്കുന്നു. സുഖകരമായി ഇരിക്കാൻ കഴിയുന്നതുമുള്ള സീറ്റുകളാണ്. 3 സ്പോക്ക് പവർ ആൻഡ് ടിൽറ്റബിൾ സ്റ്റിയറിംഗ് വീൽ. ബ്ലൂടൂത്ത് സ്വിച്ചും സ്റ്റിയറിംഗിൽ തന്നെ ഉൾക്കൊള്ളിച്ചു. പിന്നിലും AC വെൻ നൽകിയിരിക്കുന്നു. കപ്പ് ഹോൾഡറോടുകൂടിയ ഹാൻഡ് റെസ്റ്റ് ആണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പുഷ് സ്റ്റാർട്ട് സംവിധാനമാണ് ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചതും. നമ്മളിപ്പോൾ ഡ്രൈവിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡീസൽ എഞ്ചിനുള്ള ഒരു മോഡലിനെയാണ്. ശരിക്കും ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചിതമായ ഒരു എഞ്ചിനാണ്. കാര്യം മാരുതി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്ന സ്വിഫ്റ്റിലും റിറ്റ്സിലും SX4ലും എർട്ടിഗയിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു 1.3 ലിറ്റർ DDI-S എഞ്ചിനാണ്. നമുക്ക് ഈ ആ ഒരു എഞ്ചിൻ്റെ പ്രവർത്തന മികവൊക്കെ നമുക്കറിയാം. കാര്യം നല്ല പവറുള്ള ഒരു എഞ്ചിനാണ്, അത്യാവശ്യം മോശമല്ലാത്ത ഇന്ധനക്ഷമത നൽകുന്ന എഞ്ചിനാണ്. ആ എഞ്ചിൻ തന്നെ ഈ വാഹനത്തിലും വെച്ചപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ഈ ഒരു വാഹനത്തിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും അതിൻ്റേതായ രീതിയിലുള്ള ഒരു ചെറിയ ലാഗ്, കാരണം ഇനിഷ്യലി നമുക്ക് അത്യാവശ്യം നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ പെട്ടെന്നൊന്ന് ഡൗൺ ചെയ്യേണ്ടതായി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലാഗ് അത്യാവശ്യം നല്ല രീതിയിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു റോഡിൻ്റെ, അല്ലെങ്കിൽ ഇത് റോഡുമായി വളരെയധികം ചേർന്നിരിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും ഈ വാഹനം നൽകുന്നു. ഒരു ഹൈ റേഞ്ചിലെ ഒരു യാത്രയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ നല്ല വേഗത്തിൽ ഇപ്പോൾ ഒരു ഹെയർ പിന്നിലൂടെയൊക്കെ പോവുകയാണെങ്കിലും ശരി, നമുക്ക് കൃത്യമായി ഈ വാഹനത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എയറോഡൈനാമിക് ഷേപ്പിലും റോഡുമായി ചേർന്നിരിക്കുന്നുണ്ട് നമുക്ക് നല്ല വേഗത്തിൽ ഈ വാഹനത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. എന്നാൽ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇതേ വിഭാഗത്തിലെ മറ്റു മോഡലുമായി നോക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് ഡ്രൈവിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല. പിന്നെ വളരെ ലക്ഷറിയസ് ആയ, എന്നാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വിഭാഗത്തിൽ ലഭിക്കുന്ന അത്യാവശ്യം എല്ലാ ഡ്രൈവിംഗ് സുഖവും അതുപോലെ തന്നെ എല്ലാ ലക്ഷറി ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചെത്തിയ ഒരു വാഹനം കൂടിയാണ് നമുക്ക് ഈ വാഹനം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് ആണെങ്കിലും ശരി, മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് ആണ്.
അതുകൊണ്ട് നമുക്ക് ഈ ഒരു നിയന്ത്രിച്ചുകൊണ്ട് നമ്മളുടെ ആ ഒരു ഇടയ്ക്ക് കൈ എടുത്തുകൊണ്ട് സിസ്റ്റത്തിലേക്ക് പോവുകയോ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഓടിക്കുന്ന വേളയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൺട്രോളിൽ തന്നെ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുന്നു. പൊതുവിൽ നോക്കിയാൽ ഒരു 1.3 ലിറ്റർ എഞ്ചിൻ എന്നുള്ള ഒരു ഇത് മാത്രമാണ്. എന്നാൽ മോശമല്ലാത്ത ഒരു പവറും ഇന്ധനക്ഷമതയും ഒക്കെ നൽകിക്കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയുവാൻ കഴിയുന്നു. പുറംമോടിയും ഉൾവശവുമെല്ലാം വളരെ നന്നാക്കിയെങ്കിലും എഞ്ചിന്റെ കാര്യത്തിൽ മാരുതിക്ക് പുതുമ വരുത്താൻ സാധിച്ചില്ല. പഴയ 1.3 ലിറ്റർ DDS എഞ്ചിനാണ് ഇതിന്റെ ഡീസൽ മോഡലിൽ. 1248 cc DOXC എഞ്ചിൻ, 90 PS പവർ 4000 RPMിലും 200 Nm ടോർക്ക് 1750 RPMിലും നൽകുന്നു. സ്വിഫ്റ്റിനേക്കാൾ 15 PS പവർ അധികമായി കൂട്ടിയിരിക്കുന്നു. ടോർക്കിലും 10 Nm കൂട്ടി. ഇവരുടെ ഹാഷ്ബാക്കുകളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ എഞ്ചിൻ ഇത്രയും വലിയ വാഹനത്തിൽ ഘടിപ്പിച്ചപ്പോൾ അതിൻ്റെതായ കുറവുകൾ വന്നു. വാഹനത്തിന്റെ വലിപ്പവും ഭാരവും കൂടിയത് പവറിൽ അറിയുവാൻ സാധിക്കുന്നു. ചില സമയങ്ങളിൽ ഗിയർ മാറാൻ നിർബന്ധിതനാകുന്നു. ഹൈറേഞ്ച് യാത്രയിൽ പലപ്പോഴും കുറഞ്ഞ ഗിയറിൽ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നു. ABS, EBD ബ്രേക്കിംഗ് സംവിധാനം, എയർ ബാഗുകൾ, എഞ്ചിൻ ഇമ്മൊബിലൈസർ തുടങ്ങിയ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇതിലും ഉൾക്കൊള്ളിച്ചു. 1 ലിറ്ററിൽ 26.21 കിലോമീറ്റർ ഇന്ധനക്ഷമത ഡീസൽ മോഡലിലും 20.73 കിലോമീറ്റർ ഇന്ധനക്ഷമത പെട്രോൾ മോഡലിലും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. SX4 ശേഷം മാരുതി ഫാമിലിയിൽ നിന്നും മറ്റൊരു സെഡാൻ കൂടി സിയാസ്. C സ്റ്റാൻഡ്സ് ഫോർ കംഫോർട്ട്, I for ഇൻ്റലിജൻസ്, A for ആറ്റിറ്റ്യൂഡ് ആൻഡ് Z for സീൽ. 2 വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്, പെട്രോൾ ആൻഡ് ഡീസൽ. പെട്രോൾ മോഡലിൽ A++ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെൻറ്റ് ഇന്ന് സിയാസ് ആണ്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ യൂസ് ചെയ്തിരിക്കുന്നത് വേരിയബിൾ ജിയോമെട്രിക് ടർബോ ചാർജ് ആണ്. അതുതന്നെ മാക്സിമം പവർ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ മൈലേജും ഉണ്ട്. 26 km/ലിറ്റർ ആണ് ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. സിയാസിൻ്റെ പെട്രോൾ മോഡലിൽ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത്. 10,000 ബുക്കിംഗ് ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമായ ഒരു വെയിറ്റിംഗ് പീരീഡ് ഇത് മാരുതിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യം. പ്രൊഡക്ഷനും നല്ല രീതിയിലാണ് മാരുതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഓഫ് റോഡ് റേസ് ക്ലബിൻ്റെ ആദ്യത്തെ ഒരു അഡ്വഞ്ചർ ഈവൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും എക്സ്ട്രീമോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഈവൻറ്റ് പ്രത്യേകം തയ്യാറാക്കിയ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ട്രാക്കിലൂടെ തന്നെയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ എല്ലാത്തരം SUVകളും ഇതിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഓഫ് റോഡ് ആക്ടിവിറ്റി നടക്കുന്നത് എന്ന് നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാം ഇന്നത്തെ എപ്പിസോഡിലൂടെ. കൊച്ചിൻ ഓഫ് റോഡ് റേസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു എക്സ്ട്രീമോ എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത്. തൊടുപുഴ മേലുകാവിലുള്ള എള്ളുപുറം എന്ന സ്ഥലത്തായിരുന്നു ഇതിനുവേണ്ടി ട്രാക്ക് ഇട്ടത്. 38ഓളം വാഹനങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള പങ്കാളിത്തം ഇതിലുണ്ടായിരുന്നു. രാവിലെ തന്നെ മത്സരാർത്ഥികളെത്തി പേരുകൾ രജിസ്റ്റർ ചെയ്തു. വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഇത്. ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചത്. ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത് തൊടുപുഴ DYSP KM സാബു മാത്യുവും. ശക്തമായ മഴയുണ്ടായിരുന്നിട്ടും സ്റ്റേജുകളെല്ലാം ആരംഭിച്ചു. 4 സ്റ്റേജുകളായിരുന്നു.
ജിപ്സി, ജീപ്പ്, താർ, ലാൻഡ് ക്രൂയിസർ, പജീറോ തുടങ്ങിയ എല്ലാ വാഹനങ്ങളും ഇതിൽ പങ്കെടുത്തു. കൃത്രിമമായി നിർമ്മിച്ച ട്രാക്ക് ആയിരുന്നില്ല. നിലവിലുള്ള സ്ഥലത്തെ ഇതിനുവേണ്ടി മാറ്റിയെടുക്കുകയായിരുന്നു. ഓരോ സ്റ്റേജും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ക്രമീകരിച്ചത്. ജൂൺ 1 എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്ത കൊച്ചിൻ ഓഫ് റോഡ് റേസ് ക്ലബ്ബ്, എറണാകുളത്തെ ആദ്യത്തെ രജിസ്റ്റേർഡ് ജീപ്പ് ക്ലബ്ബാണിത്. ചാരിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് റോഡ് അപകടങ്ങളിൽപ്പെട്ട് അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുക. തുടങ്ങാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അതിൽ നമ്മുടെ 2 സുഹൃത്തുക്കളുടെ വേർപാടിനെ തുടർന്നുണ്ടായ ഇതിലാണ് ഈ ക്ലബ്ബ് ഫോം ചെയ്യാൻ തന്നെ കാരണം. ഞങ്ങളുടെ ഫസ്റ്റ് ഇവൻ്റാണിത്. അപ്പോൾ കേരളത്തിലെയും പുറത്തുനിന്നുള്ള എല്ലാ ക്ലബ്ബുകളിലെയും മേജർ ക്ലബ്ബുകളിലെയും എല്ലാ പ്രൊഫഷണൽസും ഇവിടെ വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് റോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിൽ ഒരു പ്രോഗ്രാം നടത്തുക എന്നുള്ളതായിരുന്നു എല്ലാവരും അഭിപ്രായം. പക്ഷേ കൊച്ചിയിൽ നമുക്കൊരു റിയൽ ഓഫ് റോഡിങ്ങിന് പറ്റിയ ഒരു സ്ഥലം കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും ഇടുക്കിയിലെ ഒരു ഫസ്റ്റ് ഓഫ് റോഡിങ് ഇവൻ്റാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. ഇടയ്ക്ക് മഴയുണ്ടായിരുന്നുവെങ്കിലും ഡ്രൈവേഴ്സിനെല്ലാം നല്ല രീതിയിൽ ഇഷ്ടമായ ട്രാക്കായിരുന്നു. വേഗത മാത്രമായിരുന്നില്ല വിജയികളെ തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡം. അനാവശ്യമായ ജംപ്, പോൾ തട്ടിയിടുക ഇവയെല്ലാം മൈനസ് പോയിന്റായി നൽകി. നാച്ചുറൽ ട്രാക്കിൻ്റെതായ ഭംഗി കാണുവാൻ കഴിഞ്ഞു. വാഹനത്തിന് അധികം കേടുപാടുകൾ വരുത്താതെ ഓടിക്കുക എന്നതായിരുന്നു. സ്ലഷും റോക്കും ഡൗൺഹില്ലും അപ്ഹില്ലും എല്ലാം ഈ ട്രാക്കിലുണ്ടായിരുന്നു. ഫൈവ് സ്റ്റേജസ് ഉണ്ടായിരുന്നത്. സ്റ്റാർട്ട് ടു എൻഡ് സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DFC 7 minutes ഒക്കെ വെച്ചിരുന്നത്. ഈ 7 മിനിറ്റിനുള്ളിൽ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വണ്ടി ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ക്ലിയർ ആയിട്ട് ഡ്രൈവർ പ്ലസ് കോ ഡ്രൈവർ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു, അതായിരുന്നു എല്ലാ സ്റ്റേജിൻ്റെയും ഒരു പ്രത്യേകത. 5 സ്റ്റേജസിൽ വരുന്നത് ഞങ്ങളൊരു ഇപ്രാവശ്യത്തെ ഒരു ലിഫ്റ്റ് ജാക്കി സ്റ്റേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ടയർ റൊട്ടേറ്റിങ്ങിൽ എല്ലാവരും ലിഫ്റ്റ് ജാക്കി എല്ലാവരും വണ്ടിയിൽ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാനുള്ളൊരു അവരുടെ കഴിവും കൂടി ഒരു ടൈമിംഗ് വെച്ചാണ് കൊടുത്തിരുന്നത്. അതും എല്ലാവരും ഇപ്രാവശ്യത്തെ പരിപാടിയിൽ എൻജോയ് ചെയ്തു.
പെട്രോൾ, ഡീസൽ, SUV എന്നിങ്ങനെയുള്ള ക്ലാസുകളായി തരംതിരിച്ചിരുന്നു. ഇതിനുവേണ്ടി തയ്യാറാക്കിയ വാഹനങ്ങളും സ്റ്റോക്ക് വാഹനങ്ങളും ഉണ്ടായിരുന്നു. ചില വാഹനങ്ങൾ അനായാസമായി കയറിപ്പോയപ്പോൾ ചിലത് കയറുവാൻ പാടുപെടുന്നതും കാണാമായിരുന്നു. ഒരേ മോഡലുകൾ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് കയറിപ്പോയത്. ഓഫ് റോഡിന്റെ രീതി തന്നെ പരസ്പര സഹകരണമായിരുന്നു. ഈ ഇവന്റിൽ 36ഓളം വരുന്ന ഓഫ് റോഡ് വെഹിക്കിൾസ് ആണ് പങ്കെടുത്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തുക ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. തുടർന്നും ഞങ്ങൾ ഇതുപോലുള്ള ഇവൻസുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. കോ ഡ്രൈവറിനുള്ള സ്റ്റേജും ഒരുക്കിയിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാകുന്ന ഉപകരണങ്ങൾ വെച്ച് ടയർ മാറുക എന്നതായിരുന്നു ഈ സ്റ്റേജിൽ നിന്ന് അനുഭവിച്ചറിയുവാൻ കഴിയുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഫാസ്റ്റ് ട്രാക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല. ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ manoramanews.com സാധിക്കും. നിരത്തിലിറങ്ങുന്ന മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.